ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. എൽസി ജോസ്. ലൂക്കാസ് സുവിശേഷം 6:27. നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എത്ര നല്ല തിരുവചനമല്ലേ! എന്നാൽ നമുക്കിത് ഉൾക്കൊള്ളാൻ കഴിയാറുണ്ടോ? നമ്മളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ തിരിച്ചും ശപിക്കാറല്ലേ പതിവ്? എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്ന്. നമ്മളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. സാധാരണ ഓർഡിനറി ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. എന്നാൽ മനുഷ്യരധികവും വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള സ്നേഹമാണ് നൽകുന്നത്. അവർ ഇത് ചെയ്തു തന്നാൽ ഞാൻ പകരമായി ഇത് അവർക്ക് നൽകാം. അങ്ങനെ ഒരു കണ്ടീഷനോട് കൂടിയുള്ള സ്നേഹമാണ് നമ്മളുടെ ഭാഗത്തു നിന്നും പലപ്പോഴും പോകുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു, അങ്ങനെയല്ല സ്നേഹിക്കേണ്ടത്. വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കണം. അൺകണ്ടീഷണൽ ലവ് ആർക്ക് കൊടുക്കാൻ പറ്റുന്നുവോ അവർ ജീവിതത്തിൽ വിജയിച്ചു. അതുപോലെ ഫോർഗീവ് ചെയ്യണം. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയണം. ക്ഷമിക്കാത്തവൻ തൻ്റെ ഉള്ളം കയ്യിൽ തീക്കനൽ കൊണ്ട് നടക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുക. ക്ഷമിക്കുമ്പോൾ നമ്മളാണ് രക്ഷപ്പെടുന്നത്, അവരല്ല. കാരണം ക്ഷമിക്കാതെ നമ്മൾ ഇമോഷണൽ ബാഗേജ് പേറി നടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഭാരം അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ യാത്ര തടസ്സപ്പെടാറുണ്ട്. ഒരു കാറിന് 4 വീലുണ്ട്. 4 വീലിൽ ഒരു വീല് അലൈൻമെൻറ്റിലല്ല എങ്കിൽ ആ കാറിന് നന്നായി ഓടാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ അലൈൻമെൻ്റ് ആകുന്ന 4 വീൽ ഇതൊക്കെയാണ്: ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്. ഇത് 4ഉം ഒന്നിച്ച് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നായി അവൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഹാവ് എ നൈസ് ഡേ. എൽസി ജോസ്.